ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങളും ഇങ്ങനെയുള്ള നടപ്പിലാക്കലുകളും ഒന്നും തെരഞ്ഞെടുപ്പ് നിലനിൽക്കുന്ന സമയത്ത് പാടില്ല എന്നുള്ള തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനം തന്നെയാണ് നടക്കുന്നത്. അതിലൊന്നും തർക്കമൊന്നുമില്ല. അതൊക്കെ പലതരം ലംഘനങ്ങൾ നടത്തുന്ന ഒരു സെൻട്രൽ യൂണിയൻ ഗവൺമെൻറ് ആയതുകൊണ്ട് നമ്മളിതൊക്കെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ എങ്ങനെയാണ് നോക്കുകുത്തിയാക്കി നിർത്തുക എന്നുള്ളത് നല്ലോണം അറിയാം. അതാണല്ലോ SIRന്റെ കാര്യത്തിലൊക്കെ നമ്മൾ കണ്ടത്. പിന്നെ ഇന്ത്യൻ ജനാധിപത്യത്തെ അങ്ങനെയൊന്നും അട്ടിമറിക്കാൻ വേണ്ടി കഴിയില്ല നമ്മൾ വിചാരിക്കുമ്പോഴും പല രീതിയിൽ കണ്ണിൽ പൊടിയിടും വിധമുള്ള വാർത്തകൾ പ്രചരിപ്പിച്ചിട്ട് അതിനെ വോട്ടാക്കി മാറ്റാൻ ഇവർക്ക് കഴിഞ്ഞിരുന്നു അല്ലേ. 15 ലക്ഷം രൂപ എൻ്റെ നിങ്ങളുടെ അക്കൗണ്ടിൽ വരുമെന്ന് പറഞ്ഞിരുന്നു, കള്ളപ്പണം കണ്ടു കെട്ടിയിട്ട്. എൻ്റെ നാട്ടിലെ സ്ത്രീകൾ വിശ്വസിച്ചിരുന്നു. അവരത് കഴിഞ്ഞ് നമ്മളോട് ചോദിച്ചിരുന്നു, എന്താ 15 ലക്ഷം ഞങ്ങളുടെ അക്കൗണ്ടിൽ വരാത്തതെന്ന് ചോദിച്ച സ്ത്രീകളുണ്ട്. അപ്പം അതുപോലെ തന്നെയാണ് ഇതിലും. ഇതാ വനിതാ സംവരണം വരുന്നു, എല്ലായിടങ്ങളിലും സംവരണം വരുന്നു, അത് സ്ത്രീകൾക്ക് എന്തോ വലിയ ഗുണം ചെയ്യും എന്നുള്ള രീതിയിലേക്കുള്ള തോന്നലുണ്ടാക്കാൻ വേണ്ടി ആ തെരഞ്ഞെടുപ്പുകളെ, പ്രത്യേകിച്ച് രണ്ടിടവും BJPക്ക് വലിയ സ്വാധീനമൊന്നുമില്ല. ആ സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ ചിലപ്പോൾ ഈ ഒറ്റയടിക്ക് പറ്റുമോ എന്നുള്ള പരീക്ഷണം. തമിഴ്നാട്ടിലായാലും ബംഗാളിലായാലും അങ്ങനെ എളുപ്പം BJP ഇല്ല. പക്ഷെ അത് കടന്നു വരാൻ അവരുടെ ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്ന് കുറേ കൂടി ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇതിനെ ഉപയോഗപ്പെടുത്തുന്നതെന്ന് വേണം നമ്മൾ ഈ സമയത്ത് അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ എല്ലാം വെട്ടിമുറിക്കുന്നതിന് വേണ്ടിയുള്ള അവസരമായിട്ട് തന്നെയാണ്. അങ്ങനെ തന്നെയാണ് പൗരത്വ നിയമ ഭേദഗതി, NPR നടപ്പിലാക്കുന്ന സമയത്ത്, SIR നടപ്പിലാക്കുന്ന സമയത്ത് എല്ലാം ഈ അജണ്ട അതിനകത്തുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടല്ലാതെ സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നതെന്ന് നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങേയറ്റം സ്ത്രീ വിരുദ്ധമായ ആശയങ്ങളാണ്. ഇപ്പോൾ ഭരണഘടന പറയുന്ന തുല്യത എന്ന ആശയത്തെ ഒരു കാലത്ത് ഇവർ അംഗീകരിച്ചിട്ടില്ല. ഭരണഘടനയെ തന്നെ അംഗീകരിച്ചിട്ടില്ല. തുല്യതയെ ഒട്ടും അംഗീകരിച്ചിട്ടില്ല. മനുസ്മൃതിയിൽ പറയുന്ന ആ രീതിയിലുള്ള ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ചണ്ടാള ഗണത്തിലാണ് എല്ലാ സ്ത്രീകളും എന്ന് കരുതിയിരുന്ന ഒരു പ്രത്യയശാസ്ത്രം സ്ത്രീകളെ അങ്ങനെ തുല്യരായിട്ട് ഒരു കാലത്തും അംഗീകരിച്ചിട്ടില്ല. ഇവരുടെ തന്നെ ഓർഗനൈസറിൽ അതിനെ എതിർത്തുകൊണ്ട് വരുന്നു. ഇവർ നടത്തിയ ഈ ഡ്രാഫ്റ്റ് അംഗീകരിച്ചതിന് ശേഷം ഡിസംബർ 11 നടന്ന ഇവരുടെ രാംലീല മൈതാനത്ത് നടന്ന സമ്മേളനത്തിനകത്താണ് പറയുന്നത്, അപ്പോൾ പശുപരിപാലനവും ശിശുപരിപാലനവും ആര് ചെയ്യും സ്ത്രീകൾ തുല്യരായാൽ?